മഹാസമുദ്രത്തിൻ്റെ കൂട്ടത്തിൽ നിന്ന് ഒരു ചേടത്തിയോട് മേക്ക് കാണിച്ചിങ്ങനെ ചോദിക്കോ, അവിടുന്ന് ഇവിടം വരെ നടന്നില്ലേ, ഇപ്പോഴും എന്ത് തോന്നുന്നു ചോദിക്കും. അപ്പോൾ അവർ പറയുന്നൊരു ഉത്തരവുണ്ട്. ഒരു സാധാരണ ഒരു വീട്ടമ്മ ചേച്ചിയാണ്. അവർ ഓട്ടോമാറ്റിക്കായിട്ട് സ്പോണ്ടേനിയസ് ആയിട്ട് പറയുന്ന ഉത്തരവുണ്ട്. ഉടമ്പടി എടുത്തതിന് ശേഷം ആരോ എപ്പോഴും എൻ്റെ കൂടെ ഉള്ളതുപോലെ എനിക്ക് തോന്നണുണ്ടെന്ന്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അതാണ് ജനകീയമായ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. ഇത് സത്യമായൊരു കാര്യമാണ്. പലർക്കും അങ്ങനെ പറയാൻ കഴിയണില്ലെന്നേ ഉള്ളൂ. ആൾക്കാർക്ക് എല്ലാ അനുഭവങ്ങൾ സെയിമാണ്. പക്ഷേ ചിലർക്കത് കറക്റ്റ് ചെയ്ത് ഇങ്ങനെ ഡിഫൈൻ ചെയ്യാൻ പറ്റണില്ല. എന്തോ സംഭവിക്കുന്നുണ്ടോ. എല്ലാ മേഖലയിൽ ചെല്ലുമ്പോഴും എക്സ്പീരിയൻസ്. ഇപ്പോൾ ഓഫീസിൽ ചെന്നാലും പെൻഡിങ് ആയ ഫയലായാലും വിൽക്കാൻ പറ്റാത്ത പുരയിടമായാലും എല്ലായിടത്തും അമ്മ ഇങ്ങനെ ഒരു സാന്നിധ്യമായി നമുക്ക് വേണ്ടി നിൽക്കുന്ന പോലെയുള്ളൊരു അനുഭവമാണ് ആൾക്കാർ സാക്ഷ്യങ്ങളിലൂടെ പറയണത്. ഇന്നലെ ഒരു രസകരമായ സാക്ഷ്യമുണ്ടായി. രസകരം വെച്ച് കഴിഞ്ഞാൽ ഒരു മത്സ്യത്തൊഴിലാളി സഹോദരനാണ്. അയാളുടെ പേര് ഫ്രാങ്ക്ലിൻ എന്നാണ്. അയാൾ ഈ എറണാകുളം സൈഡിലുള്ള എറണാകുളം പശ്ചിമ കൊച്ചിയിലുള്ള ആളാണ്, പുത്തൻതോട്. ഫ്രാങ്ക്ലിൻ്റെ അനുഭവം അതിനേക്കാൾ വ്യത്യസ്തമാണ്. അതായത് ഞാൻ ഈ ഒരു സാക്ഷ്യം കേൾക്കുമ്പോൾ ഞാൻ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഉടമ്പടിയുടെ റേഞ്ചാണ്. അതായത് ഈ മത്സ്യത്തൊഴിലാളി വള്ളങ്ങൾ കോരുവള്ളമുണ്ട്, കാരിയർ വള്ളമുണ്ട്. കാരിയർ വള്ളം എന്ന് പറയുന്നത് കോരുവള്ളത്തിൻ്റെ 10-60 പേര് കോരുവള്ളത്തിൽ കാണും. അപ്പോൾ അത് ചരക്ക് വന്നു കഴിഞ്ഞാൽ പിന്നീട് ആ കോരുവള്ളം തന്നെ തീരത്ത് വന്ന് ചരക്ക് കൊടുത്തിട്ട് തിരിച്ചു പോകുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ദിവസം ഒരു മീൻ പണിയേ കിട്ടത്തുള്ളൂ. അത് കാരണം അവരെല്ലാവരും തന്നെ കാരിയർ എന്ന് പറഞ്ഞ് കാലി വള്ളം കൊണ്ടുപോകും. കാലി വള്ളത്തിൽ 5 പേരുണ്ടാവും, എൻജിൻ ഡ്രൈവർ ഉൾപ്പെടെ. അപ്പോൾ ഒരു കോര് കിട്ടിക്കഴിഞ്ഞാൽ അവർ ഈ കാരിയർ വള്ളത്തിലേക്ക് ചരക്ക് മറച്ചിട്ടിട്ട്, കാരിയർ വള്ളമാണ് കച്ചവടത്തിന് വേണ്ടി കരക്ക് വരുന്നത്. കോരുവെള്ളം കടലിൽ കിടന്നപ്പോഴും അടുത്ത സെക്ഷനിൽ കോരിക്കൊണ്ടിരിക്കും. അപ്പോൾ ഈ ഫ്രാങ്കിൾ എന്ന് പറയുന്ന ആൾ കാരിയർ വെള്ളത്തിലാണുള്ളത്. പക്ഷേ ഇവർ കുറച്ച് ചരക്കുണ്ടായിരുന്നു, അത് കൊടുത്ത് ഭക്ഷണമൊക്കെ കഴിച്ച് കാരിയർ വെള്ളത്തിൽ കയറി കഴിഞ്ഞപ്പോൾ ഈ 5 കക്ഷികൾ, നമ്മൾ അങ്ങനെയാണല്ലോ, ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ ഉറങ്ങിപ്പോയി. അവർ 6 പേരും ഉറങ്ങിപ്പോയി. പക്ഷെ ഇയാൾ ഈ മൂത്രമൊഴിക്കാൻ വേണ്ടി സൈഡിലോട്ട് പോയി. ഉറക്കമാണെങ്കിലും ഉറക്കുന്നതിന് ഇടയിൽ എഴുന്നേറ്റപ്പോൾ ആ പുറകിൽ പോയി ഇവർ മൂത്രമൊഴിച്ചിട്ട് വരുന്ന സമയത്ത് ഇവർ തെറ്റി കടലിൽ വീണു. ഈ മനുഷ്യൻ കടലിൽ പോയിട്ട് ആരും അറിഞ്ഞില്ല. വള്ളം ഇങ്ങനെ എഞ്ചിൻ വിട്ട് പോവുകയും ചെയ്തു. കുറേ നേരം കഴിഞ്ഞപ്പോഴാണ് ആൾ മിസ്സാകണ കാര്യം അറിയണത്. അപ്പോൾ അവരുടെ കയ്യിൽ എണ്ണയുമില്ല, എണ്ണയും തിരിച്ചോടിക്ക് വരാനുള്ള എണ്ണയില്ല. പിന്നെ വയർലെസ്സിൽ വേറൊരു വള്ളത്തെ ബന്ധപ്പെട്ട് അവർ വരുത്തി അവിടേക്ക് നിന്ന് കടലിൽ വെച്ച് എണ്ണ വാങ്ങിച്ചിട്ട് ഈ നഷ്ടപ്പെട്ടു പോയ അയാൾ മരിച്ചു പോയില്ല, വെള്ളത്തിലല്ലേ. അപ്പോൾ അയാളെ ഡെഡ് ബോഡി എങ്കിലും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ കരയിൽ വരുമ്പോൾ ഭയങ്കര യുദ്ധം നടക്കും. പിന്നെ ഗവൺമെൻറ്റിൽ നിന്നൊന്നും കിട്ടത്തില്ല, ഭയങ്കര പ്രശ്നമാണ്. അപ്പോൾ അത് നിസ്സാര കാര്യമല്ല, ഭയങ്കര സീരിയസ് പ്രശ്നമാണത്. അപ്പോൾ അവർ കടലിൽ നിന്ന് എവിടെയെങ്കിലും ഡെഡ് ബോഡി ഉണ്ടെങ്കിലും എടുത്തുകൊണ്ടേ പോരത്തുള്ളൂ, എന്തെല്ലാം പ്രശ്നമുണ്ടെങ്കിലും. അവർ തിരിച്ച് ഒരു 10 മിനിറ്റ് എന്ന് പറയുമ്പോൾ ഒരു 10-25 കിലോമീറ്റർ തിരിച്ച് വള്ളം വരുമ്പോൾ ഈ ഒരു പായലിൻ്റെ ഇടക്ക് അരികിൽ ആ മനുഷ്യൻ കഷണ്ടിയായ കാരണം തലമുടി പോലും കാണത്തില്ല. പക്ഷേ എങ്കിലും ഈ റോസ് ഷർട്ട് ഇട്ടിരിക്കണ കാരണം ആ റോസിൻ്റെ ഒരു വര കാണാം. ആദ്യം ഇങ്ങനെ അദ്ദേഹം പറയുന്നുണ്ട്, ഞാനിങ്ങനെ എനിക്ക് നീന്തി കുഴഞ്ഞപ്പോൾ
കടലല്ലേ, പിന്നെ ഒരിടത്തും വള്ളങ്ങളൊന്നുമില്ല സഹായിക്കാൻ, വീണുപോയില്ലേ. അപ്പം നീന്തി പരമാവധി നീന്തിയിട്ട് എങ്ങോട്ട് നീന്തിയിട്ട് എന്ത് കാര്യം, ഒരു പ്രയോജനമില്ല. കരകാണാത്ത കടലിൽ കിടക്കുകയാണ്. അവസാനം മസിൽ പിടിച്ച് നീന്തി തണുത്ത വെള്ളത്തിൽ നീന്തി കഴിയുമ്പോൾ മസിൽ തൊടയുടെ മസിൽ വെട്ടിക്കയറും, പിന്നെ കാലനങ്ങത്തില്ല, സ്റ്റിഫാകും. അപ്പോൾ പിന്നെ ആൾ താന്നു പോകും. അങ്ങനെ താന്നു പോകുന്ന സമയത്ത് പുള്ളിക്കാരൻ കുറച്ച് നീന്തൊക്കെ അറിയാവുന്ന കാരണം പുള്ളി ഇങ്ങനെ മലന്ന് കിടക്കാൻ നോക്കി കടലിൽ. കുറച്ച് നേരം കിടന്നതായിട്ട് പിന്നെ ബോധം പോയി. കുറച്ച് നേരം ഇങ്ങനെ കിടന്ന് പിന്നെ ബോധം പോയി. ഇവർ 45 മിനിറ്റ് അങ്ങനെ കഴിഞ്ഞാണ് ഇവർ ആളെ കിട്ടണത്. ആളെ കിട്ടുമ്പോൾ അവർക്ക് ഒന്നും അവർ നോക്കുമ്പോൾ തലയുടെ ഈ മൂക്ക് മാത്രം മുകളിൽ ഇങ്ങനെ നിർത്തിക്കുന്നുണ്ട്, മൂക്ക് മാത്രം. ഇതിൻ്റെ ഫുൾ ബോഡി ഇങ്ങനെ തിരശ്ചീനമായിട്ട് നമ്മളിങ്ങനെ ലംബമായിട്ട് വെള്ളത്തിൽ അകത്ത് നിൽക്കുകയാണ്. അത് എത്ര വലിയ എക്സ്പേർട്ടായാലും വിശദീകരിക്കാൻ പറ്റത്തില്ല ഇങ്ങനെയുള്ള കാര്യങ്ങൾ. ആൾ മരവിച്ച് പോയി, ബോധവും പോയി, മരവിച്ച ആൾ നിൽക്കുകയാണ് ഇങ്ങനെ കടലിൻ്റെ ഉള്ളിൽ. ബോധവും പോയി മരവിച്ച ആൾ 45 മിനിറ്റ് 3/4 മണിക്കൂർ എന്നൊക്കെ ചിന്തിച്ചേക്കുക. ബോധം പോയി സർവാംഗം മരവിച്ച ആൾ. ഇയാളെ കിട്ടിക്കഴിഞ്ഞപ്പോൾ ആശുപത്രിയിൽ കൊണ്ടുപോയിട്ട് പോലും 3-4 ആശുപത്രി മാറിയിട്ടാണ് ഇയാളൊന്ന് ബോഡി ചൂടാക്കി എടുത്ത് കുറേ വർക്ക് ചെയ്തപ്പോഴാണ് ബോധത്തിലേക്ക് വന്നത്. പക്ഷേ ബോധം പോയി മരവിച്ച ആൾ 45 മിനിറ്റ് കടലിൽ മുങ്ങി നിൽക്കുകയാണ്. മൂക്ക് മാത്രം മുകളിലുണ്ട്. അപ്പോൾ മൂക്ക് മാത്രം മുകളിൽ ഒരു മരവിച്ച ആളിന്, ബോധം പോയ ആളിന് അങ്ങനെ നിൽക്കാൻ പറ്റത്തില്ല, ടെക്നിക്കായിട്ട് നിൽക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഫ്രാങ്ക്ലിൻ പറയണത്, ഞാൻ ഉടമ്പടി പുതുക്കിയ കാരണം അമ്മ എൻ്റെ മൂക്ക് മുകളിൽ കൊണ്ടുവന്ന് കടലിൽ എന്നെ താങ്ങി നിർത്തിയത് 45 മിനിറ്റുള്ള സമയം. ഉടമ്പടിയിലൂടെ ഞങ്ങളുടെ കൂടെ സഞ്ചരിക്കുന്ന അമ്മയുടെ സാന്നിധ്യത്തിന് നന്ദി പറയുന്നു. അപ്പോൾ ജൂലൈ മാസത്തിൽ എടുത്ത ഉടമ്പടിയാണ്. ഒക്ടോബർ മാസം 15-ാം തീയതി അദ്ദേഹം അത് പുതുക്കിയിട്ടുണ്ട്. ഒക്ടോബർ മാസം 15-ാം തീയതി അത് പുതുക്കിയതാണ്. അത് സാക്ഷ്യത്തിൽ പറയുന്നുണ്ട്. അങ്ങനെ എന്നെ ഞെട്ടിപ്പിച്ച കാര്യം, ഇത് സാധ്യമല്ലെന്ന് എല്ലാവർക്കും അറിയാം. ബോധം പോയാൽ പിന്നെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ കടൽ ചെയ്യണതെല്ലാം ബോഡി വെയിറ്റ് അനുസരിച്ച് കടലാണ് ചെയ്യേണ്ടത്, നമ്മൾ ചെയ്യേണ്ട കാര്യമില്ല. അപ്പം ചിലപ്പോൾ തലകുത്തി താഴെ പോയെന്ന് വരും. പിന്നെ 3-ാം ദിവസമേ പൊങ്ങത്തുള്ളൂ. പിന്നെ എവിടെയാണ് തലകുത്തി താഴെ പോയാൽ പിന്നെ പൊങ്ങണ എവിടെയാണെന്ന് അറിയത്തില്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ കാട്ടൂർ ഈ നേരെ പടിഞ്ഞാറ് വശത്ത് ഒരാളിതുപോലെ മിസ്സായി. 3 ദിവസമായിട്ട് ഒരു അനക്കവും ഇല്ല. പിന്നെ ഞാൻ ആ വീട്ടിൽ പോയി, അമ്മയോട് ഞാൻ പറഞ്ഞിട്ട് കാട്ടൂർ വീട്ടിൽ പോയിട്ട് അവരോട് അവിടെ മുറിയുന്നുണ്ട്. അവരെല്ലാവരും സങ്കടത്തിലല്ലേ, ഡെഡ് ബോഡി പോലും കിട്ടണില്ല. പിന്നെ ആ വീട്ടിൽ രാത്രി ഞാൻ അവിടെ കൂടെ നിന്ന് ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് ഞാൻ മാതാവിന് അവരോട് പറഞ്ഞു 72 ദിവസം 72 മണിക്കൂർ ഡേറ്റ് ഇട്ട്. ആ ഡേറ്റ് ഇട്ടണ അതാണ്, നമ്മളൊരു ഡേറ്റ് ഇട്ടാൽ അമ്മയും നമ്മളും തമ്മിൽ ഉടമ്പടി റിലേഷൻസ് ഉണ്ടെങ്കിൽ അമ്മ അത് ഹോണർ ചെയ്യും. അപ്പോൾ ഇതിനിടയ്ക്ക് നേവി വന്ന്, ഹെലികോപ്റ്റർ വന്ന്, വേറെ കപ്പൽ വന്ന്, കോസ്റ്റ് ഗാർഡ് വന്ന്, അവർക്ക് എവിടെയും ലെക്വറ്റ് ചെയ്യാൻ പറ്റില്ല. ആൾ ഡെഡ് ആയിട്ട് താഴെ കിടക്കുകയല്ലേ. അപ്പോൾ ഇത് ഒഴുകിപ്പോകുമോ, ചൊറക് തിന്നുമോ ഒന്നൊന്നും അറിയത്തില്ല. ചൊറകൊക്കെ തിന്നെങ്കിൽ നിമിഷങ്ങൾ മതിയല്ലോ. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞ് 72 മണിക്കൂർ എന്ന് പറഞ്ഞ് ആ വീട്ടുകാരോട് പറഞ്ഞു. 72 മണിക്കൂർ ആളെ കണ്ടില്ലേ, നീ കൃപാസനത്തിൽ വന്നോളാൻ പറഞ്ഞു. അപ്പോൾ അമ്മയുമായിട്ട് നമുക്ക് കൊടുത്ത ഡേറ്റാണ്, സമയമാണത്. അമ്മ സമയത്തിൻ്റെ മാതാവല്ലേ. അപ്പം അമ്മ അത് ഹോണർ ചെയ്യും. അപ്പോൾ 72 മണിക്കൂർ എടുത്തില്ല. പിറ്റേ ദിവസം രാവിലെ തന്നെ ആളെ കിട്ടി. മരിച്ചുപോയി, എന്നാലും കിട്ടി. അപ്പോൾ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ സംഭവിക്കേണ്ടതായിരുന്നു ഫ്രാങ്ക്ലിനും. അവിടെയാണ് ഉടമ്പടിയുടെ പ്രത്യേകത. അതാണ്, ഉടമ്പടി എടുക്കുമ്പോൾ അമ്മ നമ്മളെ ഹോണർ ചെയ്യും. ഉടമ്പടി എടുക്കുമ്പോൾ അമ്മ നമ്മളെ ഹോണർ ചെയ്യും. എന്നിട്ട് ഈ മൂക്ക് മാത്രം മോളിൽ കാണിച്ചുകൊണ്ട് ഈ കടലിൽ ഇങ്ങനെ താങ്ങി കയ്യെ നിർത്തുമെന്ന് പറയണമെന്ന് വെച്ചാൽ അത് കടലിൽ പോയവർക്ക് മാത്രമേ മനസ്സിലാകത്തുള്ളൂ, നടക്കാത്ത കാര്യമാണെന്ന്. മൂക്ക് മാത്രം പുറത്ത് വെള്ളത്തിന് മുകളിൽ കാണിച്ചുകൊണ്ട് ആളെ ഇങ്ങനെ തിരശ്ചീനമായിട്ട് നിർത്താൻ പറ്റത്തില്ല.
അപ്പോൾ അത് ആരെങ്കിലും ഇങ്ങനെ കൈ പിടിച്ച് നിർത്താതിരിക്കാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ നമുക്ക് ബോധം ഉണ്ടാകണം. ബോധം ഉണ്ടെങ്കിൽ നമുക്ക് അടിച്ചടിച്ചിങ്ങനെ പതപ്പിച്ച് നിൽക്കാം. അത് ഒരു ടൈം കഴിഞ്ഞാൽ പിന്നെ ആ പതപ്പിലൊക്കെ തീരും, മസിൽ വെട്ടി കയറി പോവും. ഇതിങ്ങനെ ഈ ഡെഡ് ബോഡി നിൽക്കുന്ന സംഭവത്തിന് മൂക്ക് മുകളിൽ നിർത്തിക്കൊണ്ട് കയ്യെ താങ്ങിക്കൊണ്ട് നിൽക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ഉടമ്പടി ബന്ധമാണത്. സംരക്ഷണം, ഞാൻ നിന്നെ സംരക്ഷിക്കും. ഉടമ്പടിയുടെ സംരക്ഷണം എവിടം വരെ ഉണ്ടെന്ന് നമുക്കൊരു പിടിയില്ല അത്രക്ക്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, എൻ്റെ മക്കളെ, നിങ്ങൾ ഉടമ്പടി എടുക്കുമ്പോൾ നിങ്ങളെ ഉടമ്പടിയുടെ ഒരു വിഷയം മാത്രമാണ് നിങ്ങൾ കാണുന്നത്. നിങ്ങൾ വസ്തു വിൽക്കണം എന്നുള്ള വിഷയം, വസ്തു വിറ്റില്ലല്ലോ, ആരും വന്നില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അച്ഛൻ പറഞ്ഞ പോലെ അളിഞ്ഞ മോന്തമായിട്ട് മോന്തയും കയറിയിരിക്കുന്ന ആൾക്കാണ്. ഈ ഒരു ഉടമ്പടിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ സബ്ജക്റ്റ് അതായിരിക്കാം. പക്ഷേ ഇതെന്ന് പറയുന്നത് നല്ല കവറേജുള്ള സംഭവമാണ്. ദൈവമായിട്ട് നമ്മൾ ഉടമ്പടി ചെയ്യല്ലേ, അപ്പം ജീവന് വരെ അത് കവറേജ് ആണെന്നല്ലേ അവസാനത്തെ തെളിവുകൾ, ഫ്രാങ്കിൻ്റെ സാക്ഷ്യങ്ങൾ നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കി തരണത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും ആ റിലേഷൻസ് പോകാതിരിക്കാൻ നോക്കണം. അപ്പം നിങ്ങളുടെ ഒരു വിഷയം അത് ചിലപ്പോൾ പഠനമാകാം, പ്രാർത്ഥനയാകാം, വിവാഹമാകാം. നിങ്ങൾ ഇപ്പം കുടുംബിക്കൊണ്ടിരിക്കുന്ന ആ വിഷയത്തിന് ലാഗിങ് ഉണ്ടായാലും നിങ്ങൾ ഉടമ്പടിയിൽ അതിൻ്റെ പ്രതിഫലനം കാണിക്കരുത്. ആൾക്കാർക്ക് പറയുന്ന അബദ്ധം അതാണ്. അവർ പറയുന്ന പെർട്ടിക്കുലർ പ്രശ്നങ്ങൾക്ക് ചില സമയത്ത് ദൈവത്തിൻ്റെ സമയമായില്ലെങ്കിലും അവർ അത് നടന്നില്ലല്ലോ, കാനഡ PR ഒത്തില്ലല്ലോ, ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ PR വിഷയത്തിന് മാത്രം മാതാവിനെ കണക്റ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾ ചിന്തിക്കും. എന്നിട്ട് നിങ്ങൾ അതിൻ്റെ പേരിൽ ഉടമ്പടിയിൽ ലാഗിങ് ഉണ്ടാക്കും. അത് നമ്മൾ തിരുത്തണം. കാര്യം എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ ഈ ഒരു വിഷയം മാത്രമല്ല, ജീവന് വരെ പരിരക്ഷ നൽകിക്കൊണ്ടെന്നുള്ള ഒരു വലിയ സംരക്ഷണ കവറേജാണ് ഉടമ്പടിയിലൂടെ ദൈവം തന്നോട് ഉടമ്പടി ചെയ്തിരിക്കുന്ന മക്കളെ ദൈവം കാണുന്നത് സ്വന്തമായിട്ടാണ് കാണുന്നത്. ഇപ്പം നമ്മൾ ജെറമിയ പുസ്തകമില്ലേ, ജെറമിയ 31:31 എഴുതേ, ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന ആരാധന. ഹല്ലേലൂയ. ജെറമിയ 31:31. കർത്താവ് അരുളി ചെയ്യുന്നു, പറഞ്ഞ കർത്താവ് അരുളി ചെയ്യുന്നു, കർത്താവ് അരുളി ചെയ്യുന്നു, ഇസ്രായേൽ ഗോത്രത്തോടും ഇസ്രായേൽ ഗോത്രത്തോടും യൂദാ ഗോത്രത്തോടും യൂദാ ഗോത്രത്തോടും ഞാൻ ഒരു പുതിയ ഉടമ്പടി ചെയ്യുന്ന ദിവസം ഇതാ വരുന്നു. അടുത്ത വായിച്ചോളൂ. ഞാൻ അവരെ കൈക്ക് പിടിച്ച് ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്ന നാളിൽ അവരുടെ പിതാക്കന്മാരോട് ചെയ്ത ഉടമ്പടി പോലെ ആയിരിക്കുകയില്ലാതെ ഞാൻ അവരുടെ കർത്താവായിരുന്നിട്ടും എന്റെ ഉടമ്പടി അവർ ലംഘിച്ചു. ഇതാ പ്രശ്നം. ഞാൻ അവരുടെ കർത്താവായിരുന്നിട്ടും എന്റെ ഉടമ്പടി അവർ ലംഘിച്ചു. അപ്പൊ ഉടമ്പടിയിൽ ജനങ്ങൾക്ക് വരുന്ന വിഷയം, ഞാൻ അവരുടെ കർത്താവായിരുന്നിട്ടും, ജീവന്റെ മേലും കർത്താവായിട്ട് സംരക്ഷണമായിട്ട് നിന്നാലും ജനങ്ങളുടെ കാര്യങ്ങൾ അവർ പ്രാധാന്യം കൊടുക്കുന്ന കാര്യങ്ങൾ, നിങ്ങൾ ഇപ്പം പ്രാധാന്യം കൊടുക്കുന്ന കാര്യങ്ങൾക്ക് ലാഗിങ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഉടമ്പടി ലംഘിക്കും. ഇത് ഉടമ്പടിയുടെ ഒരു ഡേഞ്ചർ സോണാണ്. കാര്യം നമ്മൾ ഉടമ്പടി ചെയ്തിരിക്കുന്നത് ഒരു വസ്തുവുമായിട്ടല്ല, ഒരു വസ്തുവിൻ്റെ ബേസ് ചെയ്തല്ല. എല്ലാ ആൾക്കാരും സംഭവിക്കുന്നത് അവർ ഉടമ്പടി ചെയ്യണത് ഓട്ടോമാറ്റിക്കായിട്ടും നമ്മൾ ചെയ്യണം. ഇപ്പോൾ കല്യാണം, മക്കളുടെ കല്യാണം ഒത്തുവരാത്തവർ ആ ഒരു വിഷയത്തിന് വേണ്ടി ഉടമ്പടി ചെയ്യും. മക്കളില്ലാത്തവർ ആ ഒരു വിഷയത്തിന് വേണ്ടി ഉടമ്പടി ചെയ്യും. പക്ഷേ ഉടമ്പടി വിഷയത്തിന് വേണ്ടി ചെയ്യുമ്പോൾ നിങ്ങൾ വിചാരിക്കരുത് ഉടമ്പടി വിഷയ ബന്ധി അല്ലത്, വ്യക്തിബന്ധിയാണ്. അവിടെയാണ് പ്രശ്നം വരണത്. അത് സീരിയസ് പ്രശ്നമാണ്. ഉടമ്പടി നമ്മൾക്ക് പലർക്കും വിഷയബന്ധിയാണ്. പക്ഷെ ഉടമ്പടി അതിൻ്റെ നിലനിൽപ്പിലെ വ്യക്തിബന്ധിയാണ്. വിഷയമായിട്ടല്ല നമ്മൾ ഉടമ്പടി ചെയ്തിരിക്കുന്നത്. ആരുമായിട്ടാണ്? ദൈവവുമായിട്ടാണ് ഉടമ്പടി ചെയ്തിരിക്കുന്നത്. ഇത് സീരിയസ് ആയിട്ട് മനസ്സിലാക്കിയില്ലെങ്കിൽ സ്വാഭാവികമായിട്ട് നമ്മുടെ ഉടമ്പടിയിൽ ഉണ്ടാകുന്ന സംരക്ഷണം നമുക്ക് നഷ്ടപ്പെടും. പ്രാർത്ഥിക്കുക,
കർത്താവായ ദൈവമേ, കർത്താവായ ദൈവമേ, ഓരോ വിഷയങ്ങൾക്കും വ്യത്യസ്ത വിഷയങ്ങൾക്കും ഞാൻ അങ്ങയോട് ഉടമ്പടി ചെയ്യുന്നു. പക്ഷെ എൻ്റെ വിഷയം ഞാൻ വിചാരിക്കുന്ന വിഷയം വിചാരിക്കുന്ന രീതിയിൽ നടന്നില്ലെങ്കിൽ ഞാൻ പിതാക്കന്മാരെ പോലെ ഈജിപ്തിൽ വെച്ച് ഇസ്രായേൽ ജനം ചെയ്തതുപോലെ ഉടമ്പടിയോട് അവിശ്വസ്ത കാണിച്ചിട്ടുണ്ട്. കർത്താവേ, വിഷയത്തോടല്ല വ്യക്തിയാകുന്ന അങ്ങയോടാണ് ഞാൻ ഉടമ്പടി ചെയ്തിരിക്കുന്നത് എന്ന ബോധ്യത്താൽ എന്നെ വളർത്തണമേ. ശ്രുതികട്ടെ ഹല്ലേലൂയ. ഉടമ്പടി ദൈവത്തോടാണെന്നുള്ള ബോധ്യം നൽകി ഞങ്ങളെ ധന്യരാക്കണമേ. എന്റെ നിയമം അവരുടെ ഹൃദയാന്തർഭാഗം. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. എന്റെ നിയമം ജെറമിയ 31:33. 31:33. കർത്താവ് അരുൾ ചെയ്യുന്നു, ആ ദിവസം വരുമ്പോൾ ഞാൻ ഇസ്രായേലുമായി ചെയ്യുന്ന ഉടമ്പടി ഇതായിരിക്കും. ഞാൻ എന്റെ നിയമം അവരുടെ ഉള്ളിൽ നിക്ഷേപിക്കും. അവരുടെ ഹൃദയത്തിൽ എഴുതും. ഞാൻ അവരുടെ ദൈവവും അവർ എന്റെ ജനവും ആയിരിക്കും. അപ്പൊ ദൈവത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് നമ്മൾ ഉടമ്പടി ചെയ്യുന്നെങ്കിൽ എന്താണ്? ഉടമ്പടി ഹൃദയത്തിൽ എഴുതപ്പെട്ടിരിക്കും. വിഷയത്തിന് പ്രാധാന്യം കൊടുത്താണ് ഉടമ്പടി ചെയ്യുന്നെങ്കിൽ ഉടമ്പടി നിലവിലുണ്ടാകത്തില്ല. അതാണ് വിഷയം. അത് സീരിയസ് വിഷയമാണ്. അതായത് ദൈവത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് ഉടമ്പടി ചെയ്യുന്നതെങ്കിൽ നമ്മളെന്ത് ചെയ്യും? ദൈവത്തിൻ്റെ നിയമങ്ങൾ പാലിക്കും. അതിനെന്ത് വേണം? എന്നെ സ്നേഹിക്കുന്നവർ എൻ്റെ നിയമങ്ങൾ. അതാണ് പ്രശ്നം. അപ്പം ജെറമിയ 31:33 എന്ന് പറയണത് ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്, എന്നെ സ്നേഹിക്കുന്നവർ എൻ്റെ നിയമങ്ങൾ പാലിക്കും. ശ്രുതികട്ടെ ഹല്ലേലൂയ. യോഹന്നാൻ 14:15. യോഹന്നാൻ 14:15. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എന്റെ കൽപ്പന പാലിക്കും. ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും എന്നേക്കും നിങ്ങളോട് കൂടെ ആയിരിക്കാൻ മറ്റൊരു സഹായകനെ അവിടുന്ന് നിങ്ങൾക്ക് തരികയും ചെയ്യും. ഈ രണ്ട് വചനങ്ങൾ തമ്മിൽ ലിങ്കാണ്. ഒന്നാമത്തെ വചനം എന്താണ്? ജെറമിയ 31:33. അതെന്താ വചനം പറയണത്? നിങ്ങളുടെ ഉള്ളിൽ ഞാനൊരു ഉടമ്പടി സ്ഥാപിക്കും. എടുത്തോളൂ വചനം 31:33. ജെറമിയ 31:33. ഞാൻ എൻ്റെ നിയമം അവരുടെ ഉള്ളിൽ നിക്ഷേപിക്കും. ഞാൻ എൻ്റെ നിയമം അവരുടെ ഉള്ളിൽ നിക്ഷേപിക്കും. ഈ നിക്ഷേപിക്കപ്പെടുന്നത് നമുക്ക് ദൈവത്തിൻ്റെ നിയമം നമ്മുടെ ഉള്ളിൽ നിക്ഷേപിച്ചിട്ടുണ്ടോ എന്നറിയാനുള്ള മാർഗം എന്താണ്? അത് യോഹന്നാൻ 14:15. എന്താണ്? എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ നിയമങ്ങളെ പാലിക്കും. അപ്പം ദൈവസ്നേഹം കൊണ്ടാണ് നമ്മൾ നിയമങ്ങൾ പാലിക്കണത്. പക്ഷെ നിങ്ങൾ പലരും നിങ്ങളോടുള്ള ജോലിയോടുള്ള സ്നേഹമാണ് നിയമങ്ങളെ പാലിച്ചു പോണത്. പിടിയിടിയ നിങ്ങളുടെ മകൾക്ക് PR കിട്ടാൻ വേണ്ടിയാണ് നിയമങ്ങൾ പത്രമൊക്കെ എല്ലാം കൊടുക്കുന്നതും രോഗികളെ പോയി കാണുന്നത്. ഇവിടെയാണ് ഒരു പ്രശ്നം വന്നിരിക്കുന്നത്. എന്താണ് പ്രശ്നം? ഒന്നുകൂടി വായിച്ചേ. ജെറമിയ 31:33 ഒന്നുകൂടി വായിച്ചേ. ജെറമിയ 31:33. ഞാൻ എൻ്റെ നിയമം അവരുടെ ഉള്ളിൽ നിക്ഷേപിക്കും. ഒന്ന് പറഞ്ഞേ. ഞാൻ എൻ്റെ നിയമം അവരുടെ ഉള്ളിൽ നിക്ഷേപിക്കും. അവരുടെ ഹൃദയത്തിൽ എഴുതും. ഞാൻ അവരുടെ ദൈവവും അവർ എൻ്റെ ജനവും ആയിരിക്കും. അപ്പം നമ്മളുടെ ഹൃദയത്തിൽ ദൈവം ഉടമ്പടി എഴുതണ ഒരു സമയമുണ്ട്. അതെപ്പോഴാണ് എഴുതണത്? നമുക്ക് ദൈവസ്നേഹം തോന്നിയിട്ട്
ദൈവസ്നേഹത്താൽ പ്രേരിതരായി നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങും. ഇപ്പം നമ്മൾ ദൈവസ്നേഹത്താൽ പ്രേരിതരായിട്ടല്ല ചെയ്യണത്. നമ്മൾ ചെയ്യണത് വിസ, ജോലി, നമ്മുടെ ആരോഗ്യം, രോഗം മാറാൻ, ആ രോഗത്തോട് നമ്മുടെ ജോലി, നമ്മുടെ വിവാഹം, അങ്ങനെ വരുമ്പോൾ നമ്മോടുള്ള സ്നേഹത്താൽ തന്നെയാണ് നമ്മളെ ഉടമ്പടി ചെയ്തിരിക്കുന്നത്. മനസ്സിലായില്ലേ? അവിടെയാണ് ഒരു ചെറിയ മിസ്റ്റേക്ക് വന്നിരിക്കുന്നത്. നമ്മൾ ഉടമ്പടി ചെയ്യുന്നുണ്ട്, പക്ഷേ ആരോടാണ്? 14:15 അനുസരിച്ച്. ഏതിൻ്റെ 14:15? യോഹന്നാൻ 14. അപ്പോൾ യോഹന്നാൻ 14 എന്താ പറയണത്? എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ കൽപ്പന പാലിക്കും.